ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നൂർപ്പൂവിൻ്റെ കഥ പറയാൻ പോവാണ് കേട്ടോ. വർഷയുടെയും ശ്രുതിയുടെയും ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താലിമാറ്റ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അവരൊരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. വർഷയുടെ അമ്മയും വർഷയുടെ അച്ഛനും പിന്നെ രണ്ടുപേരെ അവർ കൊടുന്നിട്ടൊരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരുത്തണതിൻ്റെ മുമ്പിൽ നിന്ന് രവീന്ദ്രനെയും സച്ചിനെയും നീപ്പിക്കണം. അപ്പോൾ അവർക്ക് വിഷമം, അവർ മാനസികമായിട്ട് തളർത്തണം. അപ്പോൾ അത് പ്രശ്നമാവും, ഫംഗ്ഷൻ അലങ്കോലമാവും എന്ന് അവർ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം പ്രകാരം ആ രണ്ടുപേര് വന്നിട്ട് ഇവരെ ഏൽപ്പിച്ച രണ്ടുപേര് വന്നിട്ട് രവീന്ദ്രനെയും സച്ചിനെയും അശോകനെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കണില്ല. അത് വേണ്ട, നിങ്ങളതിനെ പ്രത്യേകം നോക്കണം എന്ന് മഹിമ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതായത് വർഷയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകം നോക്കണം എന്നാണ് പറഞ്ഞേക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വരും, ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി കഴിക്കുക പറയുമ്പോൾ സച്ചി പറയണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ആ ശരി, എങ്ങനെയായാലും കുഴപ്പമില്ല, നിങ്ങൾ വരും പറഞ്ഞിട്ട് അവർക്കായിട്ട് 3 സീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അവരെ കൊണ്ടുപോയിട്ട് ഇരുത്തുകയാണ്. അവരെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ അവർ പറഞ്ഞു, ഓൾറെഡി മറ്റുള്ളവരൊക്കെ കഴിക്കാൻ തുടങ്ങിയില്ല, ഇനിയിപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് എങ്ങനെ ശരിയാവും, സാരില്ല, നിങ്ങളെ പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫുഡ് വിളമ്പുന്ന ആ സമയത്ത് മഹിമ വന്നിട്ട് അവർ പ്രത്യേകം നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് കണ്ണുകൊണ്ട് ആക്ഷൻ കൊടുത്തിട്ട് പോവാണ്. അത് കഴിഞ്ഞ് ഇവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ട് വിഭവങ്ങളൊക്കെ വിളമ്പാൻ തുടങ്ങിയ സമയത്ത് മഹിമയോട് രവീന്ദ്രൻ ചോദിക്കുകയാണ് റൂമിൽ വെച്ചിട്ട്, ഒന്നും നടന്നില്ലല്ലോ മഹിമ, നീ വെറുതെ പറഞ്ഞതാണ് ചോദിക്കുമ്പോൾ, അല്ല ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം, എപ്പോൾ നടക്കും, അവരെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്, അവരെപ്പോൾ അവിടെ നിന്ന് നീപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് മഹിമ രവീന്ദ്രനെയും വിളിച്ചിട്ട് അത് കാഴ്ച കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് അവരാകെ ഷോക്കായി പോവാണ്. കാരണം സച്ചിയും രവീന്ദ്രനും ഇരുന്നാർന്ന സ്ഥലത്ത് 2 കുട്ടികളാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അശോകൻ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. സച്ചി രവീന്ദ്രൻ ഇരുന്നാർന്ന സ്ഥലത്ത് 2 കുട്ടികളാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ഇവരാകെ ഞെട്ടിയപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറയുകയാണ്, കുട്ടികൾ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലേ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കണം, മക്കൾ കഴിച്ചാൽ നമ്മുടെ വയറ് നിറഞ്ഞ പോലെയല്ലേ, അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ മഹിമ വന്നിട്ട് കുട്ടികളോട് പറയണത്, നിങ്ങളോട് ആരപ്പം ഇരിക്കാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് അപ്പുറത്തെങ്ങാനും പോയി കഴിച്ചാൽ പറയുക വെച്ചിട്ട് കുട്ടികളെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ സച്ചി സമ്മതിക്കണില്ല. അവരവിടെ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് പറയണ രവീന്ദ്രനും തടയാണ്. അപ്പോൾ ബാക്കിൽ നിന്നിട്ട് ആ പ്ലാൻ നടത്താനുണ്ടായിരുന്ന 2 പേരുണ്ടായിരുന്ന മഹിമയുടെ ബാക്കിൽ നിന്നിട്ട് പറയണം, അയ്യോ ചേച്ചി നമ്മുടെ പ്ലാൻ തെറ്റിയില്ലോ എന്ന് പറയുമ്പോൾ, പ്ലാൻ എന്ന് പറയുമ്പോൾ സച്ചി പെട്ടെന്ന് നോക്കുമ്പോൾ, പ്ലാനോ അതെന്താ അത് നോക്കുമ്പോൾ, അല്ല നിങ്ങളെ നല്ലോണം സൽക്കരിക്കണം എന്നുള്ള ഞങ്ങളുടെ പ്ലാൻ നടന്നില്ലല്ലോ എന്ന് പറയണമെന്ന് പറയാം. അപ്പോൾ സച്ചിക്ക് ഓൾറെഡി ഒരു സംശയം തോന്നും കേട്ടോ. അതങ്ങനെ അവർ ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പുറത്ത് ദൃഷ്ടിദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതിനെയും വർഷേനെയും വിളിച്ചിട്ട് വരാൻ പറയാണ്. ചന്ദ്രമതിയോട് പറയാണ് ദൃഷ്ടിദോഷം മാറ്റണം, ശ്രുതിനെയും വർഷേനെയും വിളിച്ചിട്ടെന്ന് പറയുന്നു ഭാമ. വർഷയുടെ റൂമിൽ വർഷയുടെ ഓർണമെൻറ്റ്സ് എല്ലാം ഓർണമെൻറ്റ്സ് ഒക്കെ അഴിച്ചു മാറ്റുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ കഴിച്ചപ്പോൾ വർഷയോട് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, വർഷ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ കഴിച്ചു പറയുന്ന വായു നമുക്ക് കഴിക്കാൻ പറയുമ്പോൾ, നിൽക്കുക ശ്രീകാന്തെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം, എല്ലാവരും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ തടയണം. അപ്പോൾ ശ്രീകാന്ത് ആ ശരി എന്ന് പറയണം. അങ്ങനെ വർഷയുടെ ഓർണമെൻറ്റ്സ് ഒക്കെ അഴിച്ചിട്ട് ശ്രീകാന്തിനോട് പറയണം, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേന്ന് പറഞ്ഞിട്ട് വർഷ ഒതുക്കിയിട്ട് ശ്രീകാന്തിനോട് പെട്ടിയൊക്കെ അടപ്പിച്ച് എടുത്ത് വെച്ചിട്ട് അവരവിടെ നിന്ന് പോയി. ആ സമയത്ത് ഭാമ വന്നിട്ട് രേവതിയോട് പറയണു, രേവതി വർഷ എവിടെ വയ്ക്കുമ്പോൾ അവൾ റൂമിലുണ്ടാവും പറയുമ്പോൾ പറയുന്നു, എല്ലാവരും പോയി കുടുംബക്ഷേത്രത്തിൽ തൊഴണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രേവതി ഒരു കാര്യം ചെയ്യൂ, വർഷേനെ കൂട്ടിയിട്ട് വരും പറയും. അങ്ങനെ രേവതി വർഷേനെ കൂട്ടാൻ വേണ്ടിയിട്ട് വർഷയുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വർഷയെ കാണില്ല. കുറേ വർഷയെ വിളിക്കുമ്പോൾ വർഷേനെ കാണില്ല. അപ്പോൾ രേവതി പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയണ സമയത്ത് വർഷയുടെ കഴുത്തിൽ കിടന്ന പൂമാലയുടെ ഉള്ളിൽ വർഷയുടെ ഒരു ഗോൾഡിൻ്റെ മാല നെക്ലസ് അതിൽ കുരുങ്ങി കിടക്കുന്നുണ്ട്. അയ്യോ വർഷ അത് അറിയാതെ ഇട്ട് പോയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് രേവതി ആ മാലയിൽ കുരുങ്ങിയേക്കണ നെക്ലസ് ഊരിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വർഷയുടെ അച്ഛൻ അതിലെ ഒരു ഫോൺ കോൾ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് രേവതി മാല ഇതാക്കണ സമയത്ത്, നീ ഇതെന്താ ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കണം. അപ്പോൾ പറയും, ഞാൻ കുരുക്കഴിക്കുകയാണ് പറയുക. കുരുക്കഴിക്ക്, ആ വർഷയുടെ മാല ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്, നെക്ലസ് മാലയിൽ കുടുങ്ങിയിട്ടുണ്ട്, ഞാനത് അയച്ചെടുക്കുകയാണ് പറയുക. അപ്പോൾ അയാൾ വിചാരിക്കും ഇത് തന്നെ അവസരം എന്നുള്ള പ്ലാനിങ്ങിൽ അയാൾ പറയും, നീ കക്കാൻ വേണ്ടി വന്നതല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് രേവതിനെ കളിയാക്കുക. അല്ല ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ കള്ളിയല്ല പറഞ്ഞ് രേവതി ഇരുന്ന് കരയണു. അപ്പോൾ വർഷയുടെ അമ്മേനെ വിളിക്കണു. വർഷയുടെ അമ്മയെ വിളിച്ചിട്ട് വർഷയുടെ അമ്മയും, ഓ നിൻ്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നില്ലേ, എൻ്റെ മുകളിൽ സ്വർണ്ണം അടിച്ചെടുക്കാനായിരുന്നില്ലേ നിൻ്റെ മനസ്സിലിപ്പ് പറഞ്ഞിട്ട് വർഷയുടെ അമ്മയും കൂടിയിട്ട് രേവതിനെ നല്ലോണം വഴക്ക് പറയുന്നു. അങ്ങനെ ഒച്ചയും ബഹളവും കൂടി കേട്ടിട്ട് ചന്ദ്രമതി, എന്താ മാമ അവിടെ വഴക്ക്, നമുക്കൊന്ന് നോക്കാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി വരുന്നു. ശ്രുതിയും മീരയും കൂടിയിട്ട് അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ബഹളം കേട്ടപ്പോൾ ശ്രുതി അവിടെ എന്തോ ബഹളം ഉണ്ടല്ലോ എന്ന് മീര പറയണം. അപ്പോൾ നമുക്ക് നോക്കാം മീര വായോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോകണം. അങ്ങനെ രേവതിനെ കള്ളിയാക്കിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് എന്താവുമെന്ന് നമുക്ക് നാളെ രാവിലെ കേൾക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഗൈസ്.